ഹലോ, ഈ മുളക് ചെടി കണ്ടോ? 2 വർഷത്തോളമായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ മുളക് പറിക്കുന്ന ഒരു ചെടിയാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചമുളകിന് ഇതുപോലെ 2 ചെടി മാത്രം മതി, വേറെ എത്രയും വേണ്ട. പഴുത്ത മുളകിന് പഴുത്ത മുളകും പച്ചമുളകിന് പച്ചമുളകും ഒക്കെ എനിക്ക് ഈ തൈമന്ന് കിട്ടാറുണ്ട്. ഇത് ഇങ്ങനെ കായ്ക്കുന്നതിനുള്ള ഒരു രഹസ്യമാണ് ഞാൻ പറയുന്നത്. കണ്ടോ, നമ്മുടെ അടുക്കള വേസ്റ്റ്. ഞാൻ വീട്ടിൽ ഉണ്ടാകുന്ന അടുക്കള വേസ്റ്റ് എന്നും ഓരോ തൈൻ്റെ മുരട്ട് ഇതുപോലെ ഇടും. ഇതുപോലെ ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കും. അടുത്ത ദിവസം കിട്ടുന്ന വേസ്റ്റ് വേറൊരു തൈൻ്റെ മുന്നിലിടും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ മുളക് കൃഷി ചെയ്യാറ്. നമ്മുടെ അടുക്കളയിലേക്കുള്ള പച്ചമുളകിന് നമ്മുടെ അടുക്കള വേസ്റ്റ് തന്നെ ധാരാളം. കാരണം നമ്മുടെ അടുക്കള വേസ്റ്റിൽ മുട്ടത്തോട്, ഉള്ളിത്തോട്, അങ്ങനെ പല ഐറ്റം, വാഴക്കത്തോട്, അതൊക്കെ നല്ല ഫലപുഷ്ടമായ ഒരു വളമയാണ്. ഈ ഉള്ളിത്തോട് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ ഒരുവിധം മുളകും തൈ, ഏത് തൈയായാലും അതിന് യാതൊരു കീടങ്ങളോ അറ്റാക്കും ഉണ്ടാകാറില്ല. ഇത് ഒന്ന് ഇലക്കും പിന്നെ കായ്ക്കും, അങ്ങനെയാണ്. യാതൊരു കീടങ്ങളോ അറ്റാക്കും വെള്ളീച്ചൻ്റെ ശല്യം ഒന്നും എനിക്ക് ഉണ്ടാകാറില്ല. നമ്മുടെ അടുക്കളയിലേക്കുള്ള പച്ചമുളകിന് നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് മാത്രം മതി, വേറെ എന്തും വേണ്ട. നമ്മൾ ഒരു മുളക് തൈ നട്ട് കഴിഞ്ഞാൽ അത് ഒരു കായ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സീസൺ കഴിഞ്ഞു, പിന്നെ ഉണ്ടാവാറില്ല. പക്ഷേ ഇതല്ല, ഇതിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാലാകാലം മുളക് പറിച്ചു കൊണ്ടേയിരിക്കും. നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുളക് പറിച്ചു കൊണ്ടേയിരിക്കും, പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഏറ്റവും കൂടുതൽ വിഷമടിച്ചു വരുന്നൊരു സാധനമാണ് പച്ചമുളക്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. ഓക്കെ.